ഹായ് ആൾ, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് VLOOKUP വിത്ത് കോളം ഫംഗ്ഷൻ. VLOOKUP വിത്ത് കോളം ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ VLOOKUPൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അത് കാണാൻ ശ്രമിക്കുക. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ബേസിക്കലി ഇവിടെ നമുക്ക് രണ്ട് ഡാറ്റ ഷീറ്റ് ഉണ്ട്. ഒന്ന് മാർക്ക് എന്ന് പറഞ്ഞ ഡാറ്റ ഷീറ്റ്, ഈ മാർക്കാണ് ഡാറ്റ ഫയൽ. ഈ ഡാറ്റ ഫയലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ മാർക്ക് അതുപോലെ റിസൾട്ട് അത് നമ്മൾ വർക്കിംഗ് ഫയലോട്ട് റിട്ടേൺ ചെയ്യിപ്പിക്കണം. അതാണ് നമ്മൾ ഇപ്പോൾ VLOOKUP യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് ഈ വർക്ക് ഫയലിലോട്ട് നമ്മൾ ഈ മാർക്ക് എന്ന ഡാറ്റ ഷീറ്റിൽ നിന്ന് ഈ മാർക്കിലെ ഡി കോളവും ഈ കോളത്തെ റിസൾട്ടും കംപ്ലീറ്റ് നമ്മൾ റിട്ടേൺ ചെയ്യിപ്പിക്കണം. അതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് യൂസിങ് കോളം. ഓക്കെ, കോളം ഫംഗ്ഷൻ ഈക്വൽ ടു VL lookup ഓപ്പണിംഗ് ബ്രാക്കറ്റ് ലുക്കപ്പ് വാല്യൂ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, B3 പിന്നെ ടേബിൾ അറേ ഇൻഡെക്സ്, ഏത് ടേബിളിൽ നിന്നാണോ നമ്മൾ ഡാറ്റ എടുക്കുന്നത് ആ ടേബിൾ അറേ ഇൻഡെക്സ്, ടേബിളിൻ്റെ ഓപ്പണിംഗ് എപ്പോഴാണ് അവിടെ നിന്ന് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഏതാണ് നമുക്ക് റിട്ടേൺ ചെയ്യിപ്പിക്കേണ്ടത്, അവിടെ മാർക്ക് അല്ലേ, അപ്പോൾ 1 2 3 കോളം ഇൻഡെക്സ് 3, 0. ഓക്കെ, നമുക്ക് ഇത് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഇത് റിട്ടേൺ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കോളം ഫംഗ്ഷൻ യൂസ് ചെയ്യാം. VLOOKUPന് ശേഷം നമുക്ക് കോളം ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്ത്, ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റ് കൊടുത്തു, ഈ ബിക്ക് ഇവിടെ ഡോർ സിമ്പിൾ കൊടുത്തു, ഇവിടെയും ഡോർ സിമ്പിൾ കൊടുത്തു. അതിനുശേഷം കോളം ഫംഗ്ഷൻ കോളംസ് എടുത്തതിന് ശേഷം എവിടെയാണോ ആ ഡാറ്റ ഉള്ളത്, ഡാറ്റയിൽ ഏത് ഡാറ്റയാണോ വർക്ക് ചെയ്യേണ്ടത് അത് കൊടുത്തു. എന്നിട്ട് ഇവിടെ ഡോളർ സിമ്പിൾ കൊടുത്തതിന് ശേഷം കോളം ഫംഗ്ഷൻ ക്ലോസ് ചെയ്യാം, സി സിമ്പിൾ. നൗ യു ക്യാൻ ഡ്രാഗ് ഇറ്റ് ഡൗൺ. അതുപോലെ തന്നെ റിസൾട്ടും നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഡാറ്റ നമുക്ക് വന്നു. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ഫംഗ്ഷനിൽ തന്നെ ഒരൊറ്റ ഇക്വേഷനിൽ തന്നെ VLOOKUP വെച്ചിട്ട് കോളം ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ഡാറ്റ നെക്സ്റ്റ് ഫയലിൽ നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. പ്ലീസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.